ദിവാകരന്റെ മാളിക. അമാവാസി രാവ്. വർഷങ്ങൾ പഴക്കമുള്ള ജീർണിച്ച ഒരു മാളികയായിരുന്നു ദിവാകര സദനം. മാളികയുടെ ഉടമസ്ഥനായ ദിവാകരൻ മാഷിനെ ഒരു അമാവാസി രാത്രി ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതിനു ശേഷം ആരും അവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അന്ന് ദിവാകരൻ മാഷിന്റെ തിരോധാനം ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു. മാളികയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കണ്ണടയും തറയിൽ ഉണങ്ങിയ രക്തക്കറകളും മാത്രമാണ് കണ്ടെത്തിയത്. മാഷിന്റെ പ്രിയപ്പെട്ട പൂച്ചയായ കരിമ്പൻ അന്ന് മുതൽ മാളികയുടെ പരിധിയിൽ നിന്ന് മാറാതെ നിൽക്കാറുണ്ടായിരുന്നു. ചിലർ പറയും അത് ദിവാകരൻ മാഷിന്റെ ആത്മാവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നഗരത്തിൽ പുതുതായി വന്ന യുവ പത്രപ്രവർത്തകനായ അലൻ ഈ മാളികയെക്കുറിച്ച് കേട്ടു. ഒരു വെല്ലുവിളിയായി അദ്ദേഹം ആ കഥയുടെ ചുരുളഴിക്കാൻ തീരുമാനിച്ചു. ഒരു തികഞ്ഞ അമാവാസി രാത്രിയിൽ കയ്യിലൊരു ടോർച്ചുമായി അലൻ ദിവാകര സദനത്തിലേക്ക് യാത്രയായി. മാളികയുടെ ഇരുമ്പ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ തന്നെ മരവിച്ച ഒരു തണുപ്പ് അദ്ദേഹത്തെ കൊണ്ടു. കാറ്റില്ലാതിരുന്നിട്ടും പഴയ ജനലുകളും വാതിലുകളും താളത്തിൽ കിടുകിടുത്ത് ശബ്ദമുണ്ടാക്കി. മാളികയുടെ വരാന്തയിൽ ഒരു കരിമ്പൻ പൂച്ച നിഴൽ പോലെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. അലൻ അകത്തേക്ക് കടന്നു. പൊടിപിടിച്ച മുറികൾ, കീറിപ്പറഞ്ഞ ചിത്രങ്ങൾ, ഭിത്തികളിൽ കോറിയിട്ട ചില അജ്ഞാത ലിഖിതങ്ങൾ. ടോർച്ചിന്റെ വെളിച്ചം പതിഞ്ഞപ്പോൾ ഒരു മുറിയുടെ മൂലയിൽ ഒരു പഴയ പിയാനോ കണ്ടു. അതിന്റെ മൂടിയിൽ കൈവച്ചപ്പോൾ അലൻ ഞെട്ടി. കാരണം അത് തണുത്തുറഞ്ഞതായിരുന്നു. പെട്ടെന്ന് മാളികയുടെ മുകൾ നിലയിൽ നിന്ന് ആരൊക്കെയോ കാലെടുത്ത് വെച്ച് നടക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം പതുക്കെ അലനെ ലക്ഷ്യമാക്കി അടുക്കുന്നതായി തോന്നി. അലൻ പേടിച്ചു. എങ്കിലും ധൈര്യം സംഭരിച്ച് പടികൾ കയറി. മുകളിലെ ഒരു മുറിയിൽ പ്രകാശം കുറഞ്ഞ ഒരടുപ്പിൽ ആരോ ഇരിക്കുന്നതായി കണ്ടു. അലൻ ടോർച്ച് അങ്ങോട്ട് തെളിയിച്ചു. അവിടെ നരച്ച മുടിയുള്ള മെലിഞ്ഞൊരു വൃദ്ധൻ തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ നോട്ട്ബുക്കിൽ എന്തോ എഴുതുന്നു. അലൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ആരാണ് നിങ്ങൾ? നിങ്ങൾ ദിവാകരൻ മാഷാണോ? ആ വൃദ്ധൻ എഴുത്ത് നിർത്തി. പതുക്കെ കസേര തിരിഞ്ഞു. അലൻ കണ്ട കാഴ്ചയിൽ അവൻ്റെ ഞരമ്പുകളിലൂടെ രക്തമോടുന്നത് നിന്നുപോയി. ആ മുഖത്തിന് കണ്ണുകളോ മൂക്കോ ഇല്ലായിരുന്നു. തുറന്ന ആ തണുത്ത ചർമ്മം ഒരു മാസ്ക് പോലെ തോന്നി. ആ രൂപം സംസാരിച്ചില്ല. ആ മുറിയിൽ ഒരു പഴയ ഗ്രാമഫോണിൽ പാട്ട് കേൾക്കുന്നത് പോലെ ഒരു ശബ്ദം മുഴങ്ങി. എൻ്റെ കഥ അറിയണ്ടേ? നിനക്കും ഇവിടെ കഴിയാം. അലൻ ഒരലർച്ചയോടെ പിന്നോട്ടോടി. താഴത്തെ നിലയിൽ ഓടിയെത്തിയപ്പോൾ വരാന്തയിൽ ആ കരിമ്പൻ പൂച്ച അവൻ്റെ മുന്നിൽ വന്നു നിന്നു. പൂച്ചയുടെ കണ്ണുകൾ രണ്ടും ചുവന്ന കനലുകൾ പോലെ തിളങ്ങി. അലൻ മാളികയുടെ വാതിൽ തുറന്ന് പുറത്തേക്കോടി. ഗേറ്റ് കടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മാളികയുടെ എല്ലാ ജനലുകളിലും നൂറുകണക്കിന് കണ്ണുകൾ അവരെ നോക്കി തിളങ്ങുന്നുണ്ടായിരുന്നു. അലൻ ആ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ താളുകൾ എന്നും ആ അമാവാസി രാത്രിയിലെ ദിവാകര സദനവും കണ്ണില്ലാത്ത വൃദ്ധൻ്റെ രൂപവും സംസാരിക്കുന്ന പൂച്ചയും ഓർത്ത് പേടിക്കും. പിന്നീട് അലൻ ആ മാളികയെക്കുറിച്ച് ഒരൊറ്റ വാർത്ത പോലും എഴുതിയില്ല. ആരുമറിയാതെ ഇന്നും ദിവാകര സദനം ആ വിജനതയിൽ അടുത്ത ഇരയും കാത്ത് നിശബ്ദമായി ഭീകരമായി നിലകൊള്ളുന്നു.